യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നീ ഒരുപാട് ആഗ്രഹിച്ച ഭാവനയാകാൻ ഇന്ന് എനിക്കൊരു മോഹം. നിന്റെ നെഞ്ചിൽ തല ചായച്ചു കിടന്ന് എന്റെ മനസ്സിലുള്ളതൊക്കെ എനിക്ക് പറയണം. ഡോക്ടർ രവീന്ദ്രൻ സ്വമേധയെ കീഴടങ്ങിയതും സേതുവും ഭാവനയും രക്ഷപ്പെട്ടതും നിന്റെ അമ്മക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. അവരുടെ കണക്കുകൂട്ടലെല്ലാം തെറ്റിപ്പോയതിന്റെ വിഷമാ. ദൈവം എന്നൊരു ശക്തി എപ്പോഴും ഭാവനയ്ക്കൊപ്പം ഉണ്ടച്ച. അതുകൊണ്ടാ എന്ത് പ്രശ്നം വന്നാലും അവളത് തരണം ചെയ്യുന്നത്. ഇവന്റെ സ്വഭാവ ദൂഷ്യത്തിനുള്ള ശിക്ഷയാണ് അവന് കിട്ടിയെന്ന് പറഞ്ഞപ്പോ നിന്റെ അമ്മക്ക് അത് ഇഷ്ടായില്ല. ഇപ്പോഴും അവൾക്ക് ഭാവനയോടാ ദേഷ്യം. അതെനിക്കറിയാച്ച. അമ്മ ഈ കാണിക്കുന്നൊക്കെ മറ്റെന്തോ കണക്കുകൂട്ടലോടെ. അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, അതിരിക്കട്ടെ, ഭാവനയുടെ വീട്ടിലെ അവസ്ഥ എന്താ ഇപ്പൊ? അവരൊക്കെ ഹാപ്പിയാണോ? അതെ അച്ഛ. ആന്റിയുടെ ചിരിക്കുന്ന മുഖം ഞാനിന്ന് കണ്ടു. പാവം, എന്തൊക്കെ ദുരിതങ്ങളാ ആന്റി അനുഭവിച്ചിട്ടുള്ളത്. അതൊക്കെ മാറൂടാ. ഭാവനയ്ക്കൊരു നല്ല ജീവിതം കിട്ടിയ ആ കുടുംബത്തിൽ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ മാറും. അത് നിന്നിലൂടെ അമ്മ പിന്നെ ഞാൻ പറയണ്ടല്ലോ. പക്ഷെ 4 വർഷം ഇനിയും കാത്തിരിക്കണ്ടടാ. ഭാവന കല്യാണത്തിന് സമ്മതിച്ചില്ല അച്ഛ. പിന്നെ ഒരു 4 വർഷം നോക്കട്ടെ, അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെയാണെങ്കിൽ 4 വർഷം പറഞ്ഞ ഭാവന തന്നെ അത് മാറ്റി പറയും. അത് നീ പറഞ്ഞത് ശരിയാ. ഭാനുവിന്റെ പഠനകാര്യത്തിൽ വ്യക്തമായൊരു ധാരണ ഉണ്ടായാൽ മതി. 4 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കല്യാണം നടക്കാൻ. അച്ഛാ, വെറുതെ ആശിപ്പിക്കല്ലേ. എടാ, ഞാൻ പറഞ്ഞത് സത്യ. ഈ പെണ്ണിന്റെ മനസ്സിലൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് നിനക്കറിയോ? എന്താ? ഒരു പെട്ടെന്നൊന്നിനും ഒരു പിടി തരില്ല. പിടി തന്നാ പിന്നെ വിട്ടു പോയില്ല. അതിനുദാഹരണ ഈ പ്രണയം. പ്രണയം? അതേടാ, നമ്മുടെ ആണുങ്ങളെ പോലെയല്ല അവരുടെ മനസ്സ്. പെട്ടെന്ന് അങ്ങനെ കയറി ആരെയും പ്രേമിക്കില്ല. ഒരാളെ പഠിച്ച് നന്നായി മനസ്സിലാക്കിയിട്ട് മാത്രമേ അവർ പ്രണയിക്കൂ. പിന്നെ പ്രണയം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല മോനെ. അവര് കാണണമെന്ന് പറഞ്ഞാൽ പിന്നെ ആ നിമിഷം മുന്നിലെത്തേണ്ടി വരും. ഇതൊക്കെ അച്ഛന്റെ അനശ്വര പ്രണയത്തിൽ സംഭവിച്ചതായിരിക്കും അല്ലേ? ഇനിയിപ്പോ ഇത് നിന്റെ അമ്മ കേൾക്കണ്ട. ഇതറിഞ്ഞപ്പോ അടുത്ത് പോകില്ല. അതായിരിക്കും. അപ്പോ ഭാവനയ്ക്കിപ്പോ എന്നോട് ശരിക്കും പ്രണയം തോന്നിയിട്ടുണ്ടാവും അല്ലേ അച്ഛാ? നിനക്കെന്താ സംശയമുണ്ടോ? ഇന്നത്തെ സംഭവത്തോടെ പ്രണയം കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ. നോക്കണേ, ഞാൻ പറഞ്ഞ അത്ര സത്യമാണെന്ന്. ഭാവന? സൂര്യ, നീ എവിടെയാ? വീട്ടിലെ. ഭാവന, എന്തു പറ്റി? നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ റൂമില്. എന്താ? ഹലോ, താനെന്താ മിണ്ടാത്തെ? അത് പിന്നെ എന്താ പറയാൻ പറ്റുന്നില്ലേ? സൂര്യ, നമുക്കൊന്ന് കാണാൻ പറ്റോ? അതിനിപ്പോ നമ്മള് പിരിഞ്ഞല്ലേ ഉള്ളൂ. എന്നാലും ഒന്ന് കാണാൻ പറ്റോ? അതെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. ഭാവന, ശരിക്കും നിനക്കിപ്പോ എന്നെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? ഞാനിത് എത്രയോ വർഷമായിട്ട് അനുഭവിക്കുന്നുണ്ടെന്നറിയോ? സൂര്യ, എന്തൊന്നും പറയാത്തെ? പിന്നെന്താ? താൻ പറഞ്ഞോ, ഞാൻ എവിടെയാ വരേണ്ടത്? നമ്മൾ കാണാറുള്ള ആ സ്ഥലം മതി. അവിടെ ആവുമ്പോ നമുക്ക് സാക്ഷികളായി നമ്മുടെ ഓർമ്മകളും ഉണ്ടാവും. ഓ, കവി ഭാവനയാണല്ലോ. കവിയല്ല, ഭാവന. ശരി, എപ്പോഴാ വരേണ്ടത്? 1 മണിക്കൂറിനുള്ളിൽ വന്നാ മതി. ഓക്കെ ഭാവന, ഞാൻ എത്തിക്കോളാം. എങ്ങനെയുണ്ട് അച്ഛാ? ഭാവനയ്ക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്ന്. അത് ഞാൻ പറഞ്ഞ. ഇപ്പൊ എങ്ങനെയാ? ഞാൻ പറഞ്ഞല്ലേ, എടാ ഭാവനയ്ക്ക് ഇപ്പൊ നിന്നോട് ശരിക്കും പ്രണയം തോന്നിക്കഴിഞ്ഞു. ഇനി പിടിച്ചാ കിട്ടില്ല, നീ നോക്കിക്കോ. അവള് കാണണമെന്ന് പറഞ്ഞാൽ ആ നിമിഷം നമ്മൾ ഇനി അവിടെ എത്തേണ്ടി വരും. 1 മണിക്കൂറിനുള്ളിൽ എത്തിയാൽ മതി അച്ഛാ. ഇതിപ്പോ തുടക്കമല്ലേ. ഇനിയിപ്പോ അത് കുറഞ്ഞ് 5-10 മിനിറ്റിലേക്കൊക്കെ എത്തും. ഇനിയിപ്പോ സമയങ്ങളാണ്, വേഗം പോവാൻ നോക്ക്. ശരി, ശരി. സൂര്യ, നീ എവിടെ പോകുന്നു? അത്യാവശ്യമായിട്ട് ഭാവനയൊന്ന് കാണണം. അവള് വിളിച്ചിട്ടാ പോകുന്നത്. അവളുടെ അടുത്തുനിന്നല്ലേ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇനിയിപ്പോ എങ്ങും പോണ്ട, നമുക്കൊന്ന് അമ്പലത്തിൽ പോണം. സോറി അമ്മേ, പോവാന്ന് ഞാൻ വാക്ക് കൊടുത്തു. ഓ, അപ്പൊ ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലല്ലേ?
ഞാൻ അമ്മയെ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ എനിക്ക് പോയേ പറ്റൂ. സൂര്യ, ജയ, നീ എന്തിനാ എങ്ങനെയാണെന്ന് വാശി പിടിക്കുന്നേ? അവൻ പോയിട്ട് വരട്ടെ. നിങ്ങൾ ഒറ്റ ഒരുത്തനെ ഇവനെ ഇങ്ങനെ വഷളാക്കുന്നേ. ഇത്രയും കാലം ഭാവനയെ കണ്ടിട്ട് അവൻ വഷളായില്ലല്ലോ. പിന്നെന്താ ഇപ്പൊ പ്രത്യേകത? അച്ഛാ, ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. ഞാൻ പോയിട്ട് വരാം. എടാ സോറി അമ്മേ, എനിക്ക് പോയേ പറ്റൂ. എടാ സൂര്യ, പറയുന്നത് കേക്ക്. നീ എങ്ങനെയാണെന്ന് വിളിച്ചു പോയാലും അവൻ പോവും. ഇനിയിപ്പോ സുനാമി വരാൻ പോണെന്ന് പറഞ്ഞാലും ഭാവന വിളിച്ചവൻ പോവും. പോയിട്ട് വാ സൂര്യ. നീ നോക്കിക്കോ, വിജയപത്മനല്ല, സത്യപ്രതാപൻ. അയാൾ ഇപ്പോഴേ നിനക്കൊരു വിലയിട്ടിട്ടുണ്ട്. നിന്നെ എങ്ങനെ സ്വന്തമാക്കണമെന്നും അയാളുടെ വരുതിയിൽ നിർത്തണമെന്നും അയാൾ തീരുമാനിക്കും. സൂര്യ, ഇത് നീ എനിക്ക് വാങ്ങിത്തന്ന സാരിയാ. ഇത് ഉടുത്തിട്ട് വേണം നിന്റെ അരികിലേക്ക് എനിക്ക് വരാൻ. വന്നേ, എന്താന്ന് വാമേ. നോക്കേ, സൂര്യ, ഇതും നീ എനിക്ക് വാങ്ങിത്തന്ന വാച്ച.